15ാമത് ലോട്ടസ് ബ്രിഡ്ജ് ടൂർണമെന്റ് ഏപ്രിൽ 17 മുതൽ കൊച്ചിയിൽ. പശ്ചിമ ബംഗാൾ, തെലങ്കാന, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള 25ഓളം ടീമുകൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. 2.5 ലക്ഷം രൂപയാണ് വിജയികൾക്ക് സമ്മാനത്തുകയായി നൽകുന്നതെന്ന് ഭാരവാഹികൾ. ഈ പലപ്പോഴും കാച്ചുകൊണ്ട് കളിക്കുമ്പോൾ ഒരു ധാരണ വരും. നമ്മൾ ഗാംബ്ലിംഗുമായിട്ട് അസോസിയേറ്റ് ചെയ്യും. Come and see how the gambling element is eliminated by a process. So it's a part of International Olympic Committee and world. So it's a game sans any luck. It's a pure mind sport. It's a mind sport. Mental game ആണ്. It's gambling ഇല്ല. No gambling. ഈ ചെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. ചെസ്സും കണ്ട് പാരലാണ്. ചെസ് ഇസ് മാത്തമാറ്റിക്കൽ ബിയോണ്ട് ലെവൽ, അല്ലേ? പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ. ഇതല്ല. You have a social interaction possibility. And logical. Yes. You have a team, you have a partner. So it promotes social interaction. And a distinct advantage. So wherever you go on if you're a bridge player, I assure you, you get good place, access to good places. Even if you are in jail, ജയിലിൽ പോലും നിങ്ങൾക്ക് ഒരു ബ്രിഡ്ജ് പാർട്ണർ ഉണ്ടെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ബ്രിഡ്ജ് കളിക്കാം. ബ്രിഡ്ജ് കളിക്കുന്ന ഇപ്പോഴത്തെ വേൾഡ് ഫേമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാരൻ ബുഫേ, അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, അവരൊക്കെ കളിക്കുന്ന കളിയാണ്. ഇത് അവർ കാശ് വെച്ചല്ല കളിക്കുന്നത്. ദേ ഡോണ്ട് നീഡ് ദ മണി, അല്ലേ? അപ്പോൾ ദിസ് ഗെയിം വിൽ കീപ് യുവർ മൈൻഡ് ആക്റ്റീവ്. I can give an example. My own partner, who I partner with him, he is 91 years old. 91 വയസ്സുള്ള ഒരു യുവാവാണ് എൻ്റെ ബ്രിഡ്ജ് പാർട്ട്ണർ. പക്ഷേ ഞങ്ങൾ വി ആർ ഓൾസോ ട്രൈങ് ടു ബ്രിങ് ഇറ്റ് ടു ദി സ്കൂൾസ് ആൻഡ് കോളേജസ്. ട്രിവാൻഡ്രത്ത് ഞങ്ങളുടെ ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ബ്രിഡ്ജ് അസോസിയേഷൻ അവർ ഇതുപോലെ തന്നെ സ്കൂൾസിലും കോളേജസിൽ പോയി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഈവെൻറ്റിൽ അവരുടെ തന്നെ 6 പ്ലേയേഴ്സ് വരുന്നുണ്ട്. ദേ ആർ ഓൾസോ പ്ലേയിങ് വെൽ. ചീട്ടുകളി എന്നുള്ള ആ സ്റ്റിഗ്മ മാറ്റിയിട്ട് ഇത് ചീട്ട് കൊണ്ട് കളിക്കുന്ന ഒരു മൈൻഡ് സ്പോർട്ടാണ്. അതെ, ജസ്റ്റ് യൂസ് ദ കാർഡ്സ്, അത്രേ ഉള്ളൂ. വളരെ ലോജിക്കലായിട്ട് കളിക്കുന്ന കളിയാണ്. 1931 ഈ ക്ലബ്ബ് തുടങ്ങിയത്. 96ാമത്തെ കൊല്ലമാണ്. 95 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ അന്ന് ലോട്ടസ് ക്ലബ്ബ് തുടങ്ങിയത് ജെർട്രൂഡ് ബ്രിസ്റ്റോ, മിസ്സസ് ജെർട്രൂഡ് ബ്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ കൊച്ചിൻ ഹാർബർ ടെർമിനസിന് ഹാർബർ എഞ്ചിനീയറായിട്ട് വന്ന റോബർട്ട് ബ്രിസ്റ്റോയുടെ വൈഫാണ്. സോ ഷീ വാസ് ഡിനൈഡ് അഡ്മിഷൻ ടു കൊച്ചിൻ ക്ലബ്. അതിൻ്റെ ബേസിലാണ് രാജാവിൻ്റെ നിന്ന് കിട്ടിയ സ്ഥലമാണ് ലോട്ടസ് ക്ലബ് ഇരിക്കുന്ന പ്രോപ്പർട്ടിയും. അവിടെയാണ് ലേഡി ബ്രിസ്റ്റോ, മിസ്സസ് ബ്രിസ്റ്റോ സെറ്റപ്പ് ദിസ് ക്ലബ് 1931. വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് അന്ന് തൊട്ടുണ്ടായിരുന്ന ഒരു കളിയാണ് ബ്രിഡ്ജ്. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഞങ്ങൾ ഹിസ്റ്ററിയിലേക്ക് പോയാൽ 1951 തൊട്ട് ഈ ക്ലബ്ബിൽ ടൂർണമെൻ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. പലതരത്തിലുമായിട്ട് ടൂർണമെൻറ്റ് മിസ് ചെയ്യാതെ, ഒരു കൊല്ലം പോലും മിസ് ചെയ്യാതെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ടൂർണമെന്റ് ഇല്ല. 56 ആണെങ്കിൽ ചീട്ട്, നല്ല ചീട്ട് കിട്ടിയാൽ, നിങ്ങൾക്ക് ചിലർക്ക് 56 അറിയായിരിക്കും അല്ലേ? നല്ല ചീട്ട് കിട്ടിയാൽ നമ്മൾ ജയിക്കും. ഇവിടെ നല്ല ചീട്ട് കിട്ടിയത് കൊണ്ട് മാത്രം ജയിക്കില്ല. കാരണം നിങ്ങളുടെ നല്ല ചീട്ട് കൈ കിട്ടിയത് നിങ്ങളുടെ ഒപ്പോണൻസിനും കിട്ടും. അതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. ദ സെയിം ഹാൻഡ് ഇസ് ഡ്യൂപ്ലിക്കേറ്റഡ് അവർ ഒപ്പോണൻസ് ഓൾസോ. സോ ദർ ഇസ് നോ ലക്ക്. പിന്നെ ഇത് കാശ് വെച്ച് കളിക്കാറുണ്ട്. Bridge is not played for money. Bridge is played for the fun and the social interaction and to regenerate your mind, your thinking. Very logical. It's a very logical. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്.